റിലേഷണൽ ഡാറ്റാബേസിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ടേബിളിലായിരിക്കും. വ്യത്യസ്ത ടേബിളുകളിലായിട്ടായിരിക്കും നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. സോ ഓരോ ടേബിളിലെയും ഡാറ്റയെ മറ്റൊരു ടേബിളിലെ ഡാറ്റയുമായി കോമൺ ഡാറ്റയാണെങ്കിൽ നമുക്ക് അതുമായി ലിങ്ക് ചെയ്യാൻ, അവ തമ്മിൽ ബന്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇത്തരം പരസ്പരം ലിങ്ക് ചെയ്യാൻ കഴിയുന്ന ടേബിൾസുകൾ അടങ്ങിയിട്ടുള്ള ഡാറ്റാബേസുകൾ നമുക്ക് റിലേഷണൽ ഡാറ്റാബേസ് എന്ന് വിളിക്കാം. ഒരു ടേബിളിനെ സംബന്ധിച്ചിടത്തോളം അതിന് റോസ് ഉണ്ടായിരിക്കും, അഥവാ അതിന് നമുക്ക് റെക്കോർഡ്സ് എന്നും വിളിക്കും. അതുപോലെ ഫീൽഡ്സ് ഉണ്ടായിരിക്കും, അതിനെ നമുക്ക് കോളംസ് എന്ന് വിളിക്കാം. സോ ഉദാഹരണമായി നമുക്കിവിടെ ഒരു ചെറിയൊരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ ഒരു ചെറിയ ഡാറ്റാബേസ് നമ്മൾ സിമ്പിൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിൾ, കോഴ്സസ് എന്ന് പറയുന്ന ടേബിൾ, എൻറോൾമെൻറ്റ് എന്ന് പറയുന്ന 3 ടേബിൾസ് ഉണ്ട്. സോ ഇതിൽ നമുക്ക് റെക്കോർഡ്സ് അഥവാ ഓരോ റെക്കോർഡ്സിനെയും, അഥവാ S1 സ്റ്റുഡൻറ്റ് ID, S1 S2 S3 ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് കാണുന്ന ഈ മുഴുവൻ ഡീറ്റെയിൽസ് ഓരോന്നിനെ നമുക്ക് റെക്കോർഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്കിതിനെ റോസ് എന്ന് വിളിക്കാം. അപ്പോൾ ഫീൽഡ്സ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റുഡൻറ്റ് ID, സ്റ്റുഡൻറ്റ് നെയിം, ഏജ്, പ്ലേസ് എന്ന് പറയുന്ന താഴോട്ട് കാണുന്ന ഈ ഒരു കോളത്തെ നമുക്ക് ഫീൽഡ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കോളംസ് എന്ന് വിളിക്കാം. ഇതാണ് ഒരു ടേബിളിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. സോ ഈ 3 കോളം തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. സോ ഉദാഹരണമായി നമുക്ക് ഇവിടെ സ്റ്റുഡൻറ്റിൻ്റെ ടേബിളുണ്ട്, അതുപോലെ കോഴ്സസ് എന്ന് പറയുന്ന ടേബിളുണ്ട്, പിന്നെ ഇവിടെ എൻറോൾമെൻറ്റ് എന്ന് പറയുന്ന ടേബിളുണ്ട്. സോ എൻറോൾമെൻറ്റ് ടേബിളിൽ നിങ്ങൾക്ക് എൻറോൾമെൻറ്റ് ID കാണാൻ കഴിയും, അതിനുശേഷം സ്റ്റുഡൻറ്റ് ID കാണാൻ കഴിയും. ഇവിടുത്തെ സ്റ്റുഡൻറ്റ് ID എന്ന് പറയുന്നത് S1 ആണ്. സോ ഈ S1 വന്നിട്ടുള്ളത് ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിൽ നിന്നാണ്. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിലെ സ്റ്റുഡൻറ്റ് ID S1 നോക്കിക്കഴിഞ്ഞാൽ അഖിൽ, ഏജ് 20, പ്ലേസ് ട്രിവാൻഡ്രം, ഈ ഒരു റെക്കോർഡുമായിട്ടാണ് ഈ ഒരു S1 എന്ന് പറയുന്ന ഈ ഒരു ഡാറ്റ ബന്ധപ്പെട്ട് കിടക്കുന്നത്. എൻറോൾമെൻറ്റ് എന്ന് പറയുന്ന ടേബിളിലെ സ്റ്റുഡൻറ്റ് ID എന്ന് പറയുന്ന ഫീൽഡ് ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുപോലെയാണ് ഈ സ്റ്റുഡൻറ്റ് ID S1 എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് എടുത്തിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത് C1 ആണ്, കോഴ്സ് ID C1 ആണ്. സോ നമ്മളിത് എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടത്? നമ്മൾ നേരെ കോഴ്സസ് എന്ന് പറയുന്ന ടേബിളിൽ പോകുന്നു, അവിടെ C1 എന്ന് പറയുന്ന കോഴ്സ് ID കാണാം, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. സോ ഈ ഒരു എൻറോൾമെൻറ്റ് എന്ന് പറയുന്ന ടേബിളിലെ കോഴ്സ് ID എന്ന് പറയുന്ന ഫീൽഡ് നമ്മുടെ കോഴ്സസ് എന്ന് പറയുന്ന ടേബിളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇങ്ങനെ ഈ 3 ടേബിളും തമ്മിൽ നമുക്കൊരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. സോ ഇത്തരം ടേബിൾസ് അടങ്ങിയിട്ടുള്ള ഡാറ്റാബേസുകളെ നമുക്ക് റിലേഷണൽ ഡാറ്റാബേസ് എന്ന് വിളിക്കാം.